പിണറായി സർക്കാരിന്റെ 10 വർഷത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനങ്ങളും കൈക്കൂലി നിയമനങ്ങളും നടന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾ. എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും തിരുവനന്തപുരത്തായാലും പാരിപ്പള്ളിയിലായാലും കോട്ടയത്തായാലും ആലപ്പുഴയിലായാലും തൃശ്ശൂരായാലും കോഴിക്കോടായാലും ഒക്കെ തന്നെ വ്യാപകമായ പിൻവാതിൽ നിയമനങ്ങൾ നടന്നു. അവരിൽ പലരെയും സ്ഥിരപ്പെടുത്തിയിട്ടുമുണ്ട്. രാഷ്ട്രീയക്കാർ മാത്രം ലക്ഷങ്ങൾ കൈക്കൂലി കൊടുത്ത് അവിടെ സ്ഥിര നിയമനം നേടിയിട്ടുണ്ട്. 3 വർഷത്തിന് ശേഷവും 5 വർഷത്തിന് ശേഷവും സ്ഥിര നിയമനങ്ങളാക്കി ഇതിനെ മാറ്റിയിട്ടുമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് പിൻവാതിൽ നിയമനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്ന 2 സ്ഥാപനങ്ങൾ, ഒന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രികളും ഒന്ന് സർവകലാശാലകളുമാണ്. കലാലയങ്ങളും അല്ലെങ്കിൽ സർവകലാശാലകളുമാണ്. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ 5 വർഷം 2 ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങി താൽക്കാലിക നിയമനങ്ങൾ നിരവധി CPM നേതാക്കൾ നടത്തിയതായി ജി സുധാകരൻ MLA ആരോപിക്കുന്നു. ജി സുധാകരൻ വെറുതെ ഒരു കാര്യം പറയില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം, അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ള കാര്യം. കാരണം ആ സമയത്ത് അദ്ദേഹം പാർട്ടി അംഗമായിരുന്നു. അപ്പം അദ്ദേഹം വെറുതെ ഒരു കാര്യം പറയേണ്ട വിഷയമില്ല. എന്നിട്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ഇത് മിണ്ടിയില്ല. അത് അദ്ദേഹത്തിന്റെ മാന്യത. പൈസ വാങ്ങിയ ആളുടെ പേര് താൻ പറയുന്നില്ല, പക്ഷെ തനിക്കറിയാം. സുധാകരൻ പറയുന്നു, സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. 100-ലേറെ ആളുകളെയാണ് 2 ലക്ഷം രൂപ വീതം വാങ്ങി താൽക്കാലികമായി നിയമിച്ചത്. ആരുടെ അനുവാദത്തോടെയാണ് നിയമനം നടത്തിയത്? എല്ലാവർക്കും അറിയാം ഇവിടെ എന്താണ് നടന്നത് എന്ന്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുമ്പോഴാണ് കുടുംബശ്രീ വഴി നിയമനം നടത്തിയത്. എന്ത് ആധികാരികതയാണ് കുടുംബശ്രീക്ക് ഉള്ളത്? കുടുംബശ്രീ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കുടുംബശ്രീ വഴി ആണ് സ്ത്രീകളെ കൂടുതൽ നിയമിച്ചത് എന്ന് പറയുന്നു. കുടുംബശ്രീയിൽ നിന്ന് അങ്ങനെ നിയമനം നടത്താൻ യാതൊരു നിയമവുമില്ല. അങ്ങനെ ഒരു അധികാരവും കുടുംബശ്രീക്കില്ല. രാഷ്ട്രീയക്കാരുടെ കള്ളക്കളിയാണ് കുടുംബശ്രീയിൽ നിൽക്കുന്നത്. ഇഷ്ടമുള്ളവരെ കുത്തിത്തിരിക്കുകയാണ് കുടുംബശ്രീയിൽ. ഏത് അധികാരത്തിലാണ് കുടുംബശ്രീ മെഡിക്കൽ കോളേജിൽ സ്റ്റാഫിനെ നിയമിക്കുന്നത്? മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളെല്ലാം PSC വഴിയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും നടത്തണം. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ് മേനി നടച്ച് നടക്കുന്നവർ തന്നിഷ്ടം കാണിച്ച് അഴിമതി നടത്തുകയാണ്. രാഷ്ട്രീയമായ യാതൊരു ഇടപെടലും മെഡിക്കൽ കോളേജിൽ അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അനുവദിച്ചുകൂടാ എന്ന കാര്യവും സുധാകരൻ പറഞ്ഞു. വ്യാപകമായിട്ട് ഇത്തരം നിയമനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ മാത്രമല്ല, മറ്റെല്ലാ മെഡിക്കൽ കോളേജിലും, കോട്ടയം മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം നിയമനങ്ങൾ നടന്നിട്ടുള്ളത്. പലപ്പോഴും മറ്റ് പല രാഷ്ട്രീയ കക്ഷികളിലുമൊക്കെ അംഗമായിരുന്നവർ DYFയിലേക്കും CPMലേക്കും ഒക്കെ കൂറുമാറി നിയമനം നേടിയ കഥകളൊക്കെ തന്നെ നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഇത്തരത്തിൽ ഇവിടെ ഈ നിയമന തട്ടിപ്പാണ് നടന്നുകൊണ്ടിരുന്നത്. ലക്ഷങ്ങളാണ് മറിയുന്നത്, കോടികളാണ് മറിയുന്നത് കൈക്കൂലി വാങ്ങിയിട്ട്. എന്നിട്ട് ഇപ്പോൾ ഇരുന്ന് ഈ ഇത്തരം ന്യായവാദങ്ങൾ നിരത്തുകയും ഇപ്പോഴത്തെ സർക്കാരിനെ പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇതുപോലെ എത്രയെത്ര ബോഡികളിൽ, എത്രയെത്ര ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ, സ്ഥാപനങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള സ്വജനപക്ഷപാതം നടന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികളുടെ കാര്യം പറയാനില്ല. വ്യാപകമായി 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇറങ്ങിപ്പോയപ്പോൾ ഏതാണ്ട് 400-ലധികം പേരെ നിയമിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് 1ാം പിണറായി സർക്കാർ 2020-21 ഇറങ്ങിപ്പോയത്. അതിനുശേഷവും ധാരാളം നിയമനങ്ങൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ നടന്നു. മെഡിക്കൽ കോളേജിൽ ഒക്കെ തന്നെ കുടുംബശ്രീയിൽ നിന്ന്, വഴിയിൽ കൂടെ പോകുന്നവരിൽ നിന്നൊക്കെ തന്നെ നിയമനം നടത്തിക്കൊണ്ടിരുന്നു. ഇത്രയും കാലം ലക്ഷങ്ങളാണ് കൈക്കൂലി വാങ്ങുന്നത്. കാരണം നിയമനം നടത്തി സർക്കാരിൻ്റെ പണമാണല്ലോ, ജനങ്ങളുടെ പണമാണല്ലോ ശമ്പളമായിട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് ആകമത്വം കുത്തഴിഞ്ഞ നിലയിലായിരുന്നു. ആരോഗ്യമന്ത്രി K മുരളീധരൻ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇത്തരത്തിൽ അനധികൃത നിയമനം നേടിയവരെ പുറത്താക്കാൻ, അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള സത്വര നടപടികൾ കൈക്കൊള്ളണം എന്ന കാര്യവും കൂടി ജി സുധാകരൻ ആവശ്യപ്പെടുന്നുണ്ട്.